ഇവിടെ ഇപ്പം നല്ല മഞ്ഞും തണുപ്പുമാണ്. ടിക്കറ്റ് എടുത്തു, ഇനി നമുക്ക് ജീപ്പിൽ കയറാം. ചേട്ടൻ്റെ പേരെങ്ങനെ ഏട്ടാ? ബിജു. ചേട്ടാ ഇത് എത്ര മണി തൊട്ടാ ഏട്ടാ ജീപ്പ്? 8 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ. വൈകിട്ട് 6 മണി വരെ അല്ലേ? ഇപ്പം നല്ല മഞ്ഞും ആളും ഒക്കെ ഉണ്ടോ? മുകളിലൊക്കെ നല്ല മഞ്ഞാണ്, ചില ദിവസങ്ങളിൽ മഞ്ഞില്ല. ഇന്ന് രാവിലെയൊക്കെ നല്ല മഞ്ഞാണോ അല്ലേ? നമ്മുടെ വണ്ടി ഒന്നും കൂടെ കയറ്റി വിടില്ല അല്ലേ? ഇവിടെ 3 വണ്ടി ഗവൺമെന്റ് കോൺട്രാക്ട് വ്യവസ്ഥയിൽ ഇട്ടേക്കുന്നതാണ്. ഒരാൾക്ക് ടിക്കറ്റ് ജീപ്പിന് 39, എൻട്രി പാസ് 20, അങ്ങനെ 59 ഒരാൾക്ക് അപ്പ് ആൻഡ് ഡൗൺ പോയിട്ട് മുകളിലേക്ക് പോയിട്ടും തിരിച്ച് നമുക്ക് വരാനും ഒറ്റ ചാർജ് അല്ലേ? അതിന് രാവിലെ 8 മണിക്ക് കയറുന്ന ആള് വൈകുന്നേരം 6 മണി വരെ നിൽക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. ഓ, അങ്ങനെ സമയമൊന്നുമില്ല, പ്രശ്നമില്ല. വണ്ടി ഇങ്ങനെ ഷട്ടിൽ സർവീസ് പോലെ വന്നോണ്ടിരിക്കും. മൊത്തം 3 ജീപ്പാണുള്ളത്. ഇന്ന് ഒരു ജീപ്പുള്ളൂ, കാരണം ഇടവസം തീർത്ത ആള് കുറവാണ്. ശനി ഞായറൊക്കെ മസ്റ്റായിട്ട് 3 വണ്ടിയാണ്. ഇനി ഈ ജീപ്പ് തിരിച്ച് താഴേക്ക് ആളുകളെ കൊണ്ടുപോകണം കേട്ടോ. നമുക്ക് പോകേണ്ടത് ദേ കുന്നിൻ്റെ മുകളിലാണ് നമുക്കിനി കയറേണ്ടത്. അപ്പം ഞാനൊരു ഐസ്ക്രീം ഒക്കെ മേടിച്ചു. നല്ല തണുപ്പുള്ള സ്ഥലത്ത് വന്നപ്പം ഒരു ഐസ്ക്രീം കഴിച്ചുകൊണ്ടാകാം ഇന്നത്തെ യാത്രയുടെ തുടക്കം. അപ്പോൾ നമുക്കിനി ഒരു മല കയറണം. വാ, സൂപ്പർ. നമുക്കിനി ഇതേ മുകളിലേക്കാണ് പോകേണ്ടത്. കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് നല്ല കയറ്റമാണ് കേട്ടോ. ശരിക്കും മടുത്തു പോവും, കാരണം ഇവിടെ ഇങ്ങനെ ഹാൻഡ് റെയിലൊക്കെ ഉണ്ട്, എങ്കിലും നമ്മൾ വലിഞ്ഞു കയറി ഇതിൻ്റെ മണ്ടേച്ചലടെ ഇച്ചിരി പാടാണ് കേട്ടോ. കുട്ടികളും സ്ത്രീകൾക്കൊക്കെ ഇച്ചിരി പാടായിരിക്കും, കാരണം ഇങ്ങനെ നല്ല ഹാൻഡ് റെയിലുണ്ട്, പിടിച്ച് കയറാൻ പറ്റും നമുക്ക്. നമുക്ക് അങ്ങ് മുകളിൽ പോകണം കേട്ടോ. ഇവിടെ നല്ല തണുപ്പും നല്ല കാറ്റുമാണ്. 3200 അടി ഉയരത്തിലുള്ള മനോഹരമായ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കോട്ടയം ജില്ലയിലെ ഇല്ലിക്കൽ കല്ല് എന്ന സ്ഥലത്താണ്. ഇതേ കാണുന്നതാണ് മഞ്ഞ് മൂടി നിൽക്കുന്ന ആ സ്ഥലമാണ് ഇല്ലിക്കൽ കല്ല് എന്ന് പറയുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. പെട്ടെന്ന് വന്ന് മഞ്ഞ് മൂടും, അതുപോലെ തന്നെ മഞ്ഞ് മാറിപ്പോകും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഇല്ലിക്കല്ല് പലർക്കും അറിയാൻ, കണ്ടിട്ടുമുണ്ട്. പക്ഷെ എന്താണ് ഇല്ലിക്കല്ല് എന്ന് പലർക്കും അറിയില്ല. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കല്ലുകൾ ചേരുന്നതാണ് ഈ ഇല്ലിക്കല്ല്. കുടക്കല്ല്, കൂനങ്കല്ല്, അങ്ങനെ 2 കല്ലുകൾ ചേരുന്നതാണ് ഈ ഇല്ലിക്കല്ല് എന്ന് പറയുന്നത്. ഇതുണ്ട് ഇവിടെയൊക്കെ നല്ല കാസ്റ്റ് ചെയ്യേണ്ട നല്ല വേലി ഉണ്ടാക്കി കേട്ടോ. പണ്ട് ഇത് മുള്ളുകമ്പിയായിരുന്നു, അപ്പോൾ അത് മാറ്റി ആളുകൾ അങ്ങോട്ട് പോകും. അപ്പോൾ ഇതേ താഴെ ഭാഗത്തായിട്ട് ഒരു ചെറിയ നാരോ പാസേജ് ഉണ്ട്. നരകപാലം എന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടത് ഇതിലെ അങ്ങോട്ട് നടന്നു പോകാൻ നേരത്താണ്. അവർ താഴെ പോവുകയൊക്കെ ചെയ്തു, അങ്ങനെ അപകടപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് മരണം സംഭവിച്ചത്. ഒത്തിരി ആളുകൾ മരിച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതാണ് നരകപാലം എന്ന് പറയുന്നത്. അപ്പം ശരിക്കും നമുക്ക് ഈ ഇല്ലിക്കലിന് ഇപ്പം ഞാൻ ഏറ്റവും മുകളിലത്തെ സ്ഥലത്താണ് വന്നേക്കുന്നത്. ഇങ്ങോട്ട് നമുക്ക് വരണമെങ്കിൽ ഇവിടെ പ്രവേശന ഫീസ് 20 രൂപയാണ്. പിന്നെ നമുക്ക് ഇത് കുന്നായതുകൊണ്ട് നടന്നു വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ജീപ്പ് ഇട്ടിട്ടുണ്ട്, 3 ജീപ്പ്. അപ്പോൾ ആ ജീപ്പിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ 39 രൂപയാണ്. അപ്പം 2 കൂടെ കൂട്ടുമ്പോൾ 59 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വൈബ് ആസ്വദിക്കാം. നല്ല അടിപൊളിയായിട്ട് മഞ്ഞൊക്കെ ആസ്വദിച്ച് ഇല്ലിക്കല്ലിൻ്റെ ഭംഗി ആസ്വദിക്കാം. ഇപ്പം ഞാനിവിടെ എത്തിയിരിക്കുന്നത് നട്ടുച്ചയ്ക്ക് ഏകദേശം 1 മണിക്കാണ് കേട്ടോ. അപ്പം ഉച്ചയ്ക്ക് 1 മണിക്കത്തെ അവസ്ഥയാണ് ഈ കാണുന്ന നല്ല കോട. അടിപൊളിയല്ലേ? നല്ല രസമാണ് കേട്ടോ. ശരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇതൊന്നും ഈ വേലിയൊന്നും കടന്ന് അപ്പുറത്തേക്ക് പോകാതിരിക്കുക. ഇവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക. കാരണം മഞ്ഞാണ്, താഴ്ച നല്ല കുച്ചുംകുത്തായ ഒക്കെയാണ്. അപ്പോൾ താഴേക്ക് പോകാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും കോട്ടയം ജില്ലയിലെ നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇല്ലിക്കല്ല്. താഴ്ഭാഗത്തായിട്ട് പാല, ഈരാറ്റുപേട്ട, തീക്കോയി അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണ്. ഇതേ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നേരെ നമ്മുടെ പുള്ളിക്കാനമാണ്. അപ്പോൾ പുള്ളിക്കാനം ആ റോഡൊക്കെ കാണാം കേട്ടോ. നമുക്ക് ചുംബനവളമൊക്കെ കാണാം. ഇവിടെ നല്ല മഞ്ഞും മഴയാണതേ. പെട്ടെന്ന് വന്ന് ഇല്ലിക്കല്ല് മൂടി. പിന്നെ ഒരു പ്രധാന കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇടിമിന്നൽ ഏൽക്കുന്ന ഒരു സ്ഥലമാണ്, പൊക്കമുള്ള സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് ഒരിക്കലും മഴ ഇടിയൊക്കെ ഉള്ളപ്പോൾ ഇവിടെ വരരുത്. കാര്യം പറഞ്ഞാൽ മഴക്കാലത്താണ് നമുക്ക് ഇങ്ങനെയൊക്കെ മഞ്ഞ് ദൃശ്യമാവുള്ളെങ്കിലും നമ്മൾ നോക്കിയും കണ്ടുമൊക്കെ വേണം വരാൻ. അപ്പം ഇടിമിന്നലുള്ള സമയത്ത് ഒരിക്കലും ഇവിടെ വരരുത്. ഹാൻഡ് റെയിലൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഹാൻഡ് റെയിലെ പിടിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. എൻ്റെ അമ്മേ, ഇപ്പോൾ താഴെ പോയനെ കണ്ടോ, വലിയ കിടങ്ങാ കേട്ടോ. സൂക്ഷിച്ചും കണ്ടുമൊക്കെ പോവാം. അതേ ഫുള്ള് മഞ്ഞാണ്, താഴോട്ട് ഫുള്ള് മഞ്ഞ് ഉണ്ടോ. നമ്മൾ താഴേക്ക് ഇറങ്ങുവാണ്. അപ്പം മഞ്ഞ് ആണെങ്കിലും മഴയാണെങ്കിലും ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും. അതായത് താഴെ നിന്നൊക്കെ ആൾക്കാർ കയറി വരുന്നുണ്ട്. അപ്പം ജീപ്പ് പിന്നെയും കയറി വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അപ്പം പറ്റുവാണെങ്കിൽ ഒരു 1 ഡേ ട്രിപ്പിന് ഇങ്ങോട്ട് പോരെ. നല്ല മഞ്ഞൊക്കെ ആസ്വദിക്കാം. അടിപൊളി വൈബാണ്. സൂക്ഷിച്ചും കണ്ടൊക്കെ ഇറങ്ങണം. നമ്മൾ കുറച്ച് പകുതി എത്തിയിട്ടോ. അപ്പം നമുക്കിനി ഇവിടെ നിന്ന് ഒരു ഓംലെറ്റ് കഴിച്ചിട്ട് പോകാം. ഇവിടെ നല്ല ബ്രെഡ് ഓംലെറ്റ് കിട്ടും കേട്ടോ. അപ്പം നമുക്കൊരു ബ്രെഡ് ഓംലെറ്റ് കഴിച്ചിട്ടാകാം ഇനി അടുത്ത യാത്ര.
അപ്പോൾ പെട്ടെന്ന് മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി. നല്ല തണുപ്പാട്ടോ ഇവിടെ ഇപ്പം. അപ്പോൾ നമ്മുടെ മുകളിൽ കാണുന്നതാണ് ഇല്ലിക്കക്കല്ല്. അതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി ഇങ്ങനെ കറങ്ങി തിരിച്ചു പോരുന്നത്. അപ്പോൾ ഒരു ബ്രെഡ് ഓംലേറ്റ് കഴിച്ചു, ഒരു അടിപൊളി ബ്രെഡ് ഓംലേറ്റ്. ഉച്ചയായതുകൊണ്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡ് ഓംലേറ്റും കഴിച്ചിട്ട് പിന്നെ ഞാൻ നടക്കുകയാണ്. ജീപ്പുണ്ട്, ജീപ്പ് താഴെയാണ്, ഇനി വന്ന സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വൈബല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു വഴി കൂടെ ഇങ്ങനെ നടന്ന് നമുക്ക് താഴേക്ക് പോകാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വൺ ഡേ ട്രിപ്പിന് ഇല്ലിക്കക്കല്ല് വരാൻ മറക്കരുത്. 59 രൂപയുടെ കാര്യമുള്ളൂ. മുകളിൽ കാണുന്ന നമ്മളാ കയറി കണ്ട ആ വ്യൂ പോയിന്റ്, ആ കുന്നിൻ്റെ പേരാണ് ഉമ്മിക്കുന്ന് എന്നാണ് ആ കുന്നിൻ്റെ പേര്. അപ്പോൾ അവിടെ കയറി നിന്നിട്ടാണ് നമ്മൾ ആ ഇല്ലിക്കക്കല്ലിൻ്റെ വ്യൂ കാണുന്നത്. അപ്പോൾ ഇതുണ്ടോ, ഇത് അങ്ങൊക്കെ മഞ്ഞൊക്കെ വന്ന് അടിപൊളി വ്യൂ ആയി വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ സ്ഥലം കാണാൻ മറക്കരുത്. കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട അല്ലെ പാല, തൊടുപുഴ ഒക്കെ വന്ന ഈ ഇല്ലിക്കക്കല്ല് വന്ന് കാണാൻ പറ്റും. അധികം ദൂരമൊന്നുമില്ല. നല്ല തണുപ്പും നല്ല കാറ്റുമാണ്. കോട്ടയം ജില്ലയിലെ നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇല്ലിക്കക്കല്ല്. എല്ലാവരും വരിക, സൂപ്പർ സ്ഥലമാണ്.